Hello everyone, welcome to Success Academy's YouTube channel. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 17th January 2023 നടന്നിട്ടുള്ള GD എക്സാമിൻ്റെ സെക്കൻഡ് ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, A and B can complete a work in 18 days and 27 days respectively. They started the work together and after 8 days A leaves. In how many days B complete the remaining work? എയും ബിയും ഇൻഡിവിജ്വലി ചെയ്യാനാണെങ്കിൽ എക്ക് 18 ദിവസവും ബിക്ക് 27 ദിവസമാണ് വേണ്ടത്. ഒരു രണ്ടുപേരും വർക്ക് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 8 ദിവസം കഴിഞ്ഞപ്പോൾ ആര് പോയി? എ ലീവ് ചെയ്ത് പോയി. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് ബാക്കി വർക്ക് ബി കംപ്ലീറ്റ് ചെയ്യുക? ഇതാണ് കാണേണ്ടത്. അപ്പോൾ എയും ബിയും എഴുതി. അവരുടെ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 18ഉം 27ഉം. ഇനി എന്ത് ചെയ്യണം? 18ൻ്റെയും 27ൻ്റെയും LCM ആയിട്ടുള്ള വാല്യൂ ടോട്ടൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 18ൻ്റെയും 27ൻ്റെയും LCM എത്ര വരും? 54 ആണ്. 27 × 2 ആണ് 54. അതുപോലെ 18 × 3 ആണ് 54. അപ്പോൾ രണ്ടുപേരുടെയും ഇത് നമ്പർ ഓഫ് ഡേയ്സ്, ഇത് എഫിഷ്യൻസി, ടോട്ടൽ വർക്ക്. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി എത്രയായി? 3 + 2 5ആയി ടോട്ടൽ എഫിഷ്യൻസി. ഇവർ എത്ര ദിവസമാണ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്? 8 ദിവസമാണ്. അപ്പോൾ ടോട്ടൽ എത്ര വർക്ക് ചെയ്യാൻ പറ്റും? വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. അതായത് 40 യൂണിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി എത്രയുണ്ട്? ടോട്ടൽ 54 ആയിരുന്നു. അതിൽ നിന്ന് 40 പോയി കഴിഞ്ഞാൽ ഇനി 14 യൂണിറ്റ് വർക്കാണുള്ളത്. അത് ആരാ ചെയ്യുന്നത്? ബി ആണ് ചെയ്യുന്നത്. ബിൻ്റെ എഫിഷ്യൻസി 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി. എത്ര വരും? 7 ഡേയ്സ്. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്തത്, ഇൻ ആൻ അലോയ് ഓഫ് 60 grams ദ റേഷ്യോ ഓഫ് ഗോൾഡ് ആൻഡ് കോപ്പർ ഈസ് 2:1. ഹൗ മച്ച് മോർ കോപ്പർ ഷുഡ് ബി ആഡഡ് ടു മേക്ക് ദ റേഷ്യോ 1:2? ഒരു 600 ഗ്രാമുള്ള അലോയിൽ ആരൊക്കെയാണുള്ളത്? ഗോൾഡ് ഉണ്ട്, കോപ്പർ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഇനി നമുക്കിത് 1:2 ആക്കണം. ആരെ മാത്രം ആഡ് ചെയ്തിട്ട്? കോപ്പറിന് മാത്രം ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ റേഷ്യോ 1:2 ആക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര ഗ്രാം കോപ്പർ ആഡ് ചെയ്യണം? അപ്പോൾ ആദ്യത്തെ കേസിൽ 2:1 അല്ലേ? ഗോൾഡ്, കോപ്പർ 2:1 റേഷ്യോയിലാണുള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയായി? ടോട്ടൽ 3 യൂണിറ്റായി അല്ലേ? ആക്ച്വൽ 3 എത്രയാണ്? അതായത് ടോട്ടലായിട്ടുള്ള എത്രയാണ്? 60 ഗ്രാമാണ്. അപ്പോൾ 3 യൂണിറ്റ് ഈക്വൽ ടു, അതായത് ഇവിടുത്തെ ടോട്ടൽ റേഷ്യോ വൈസ് കിട്ടിയ ടോട്ടൽ 3 യൂണിറ്റ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ 60 grams. ഇതാണ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയായി? 60/3 20. ഓക്കെ അല്ലേ? ഇനി അടുത്ത കേസിൽ എത്രയാക്കണം? റേഷ്യോ 1:2 ആക്കണം. ആരെ മാത്രം ആഡ് ചെയ്തിട്ട്? കോപ്പറിന് മാത്രം ആഡ് ചെയ്തിട്ട്. അപ്പോൾ ഗോൾഡിൻ്റെയിൽ എന്തെങ്കിലും ചേഞ്ച് വരാമോ? ഇല്ല. ഗോൾഡ് തുടക്കം ഏതായിരുന്നോ റേഷ്യോ അത് തന്നെയായിരിക്കണം രണ്ടാമത്തെ കേസിലും ഗോൾഡിൻ്റെ റേഷ്യോ വരേണ്ടത്. അപ്പോൾ ആദ്യത്തെ കേസിൽ 2 ആണ്, രണ്ടാമത്തെ കേസിൽ 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 1നെ 2 ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ഫുൾ റേഷ്യോനെ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും? ആദ്യത് 2:1, ഇവിടെ 2:4. അപ്പോൾ ഗോൾഡ് സെയിം ആയി. കോപ്പർ എത്ര യൂണിറ്റ് ആഡ് ചെയ്യുന്നുണ്ട്? 1ൽ നിന്ന് 4 ആവാൻ വേണ്ടിയിട്ട് 3 യൂണിറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. 3 യൂണിറ്റ് എത്ര നമ്മൾ എഴുതിയിരിക്കുന്നത്? 3 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 60. അപ്പോൾ എത്ര ആഡ് ചെയ്യണം? 60 ഗ്രാം ഓഫ് കോപ്പർ ആണ് ആഡ് ചെയ്യേണ്ടത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? 14 men can build a 55-meter long wall in 5 days. What length of a similar wall can build by 21 men in 4 days? 14 പേർക്ക് 5 ദിവസം കൊണ്ട് 55 മീറ്റർ നീളമുള്ള ഒരു മതിൽ പണിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 21 പേര് 4 ദിവസം കൊണ്ട് എത്ര മീറ്റർ ഈ സെയിം വോള് എത്ര മീറ്റർ പണിയാൻ പറ്റുമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? N1 × T1 ഡിവൈഡഡ് ബൈ W1 ഇസ് ഈക്വൽ ടു N2 × T2 ഡിവൈഡ് ബൈ W2. ഇതിൽ N എന്താണ്? N എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര്? നമ്പർ ഓഫ് പീപ്പിൾ. T ടൈം അല്ലെങ്കിൽ ഡേയ്സ്. W എന്ന് പറയുന്നത് വർക്കാണ്. അപ്പോൾ ഈ കേസിൽ എന്താണ് വർക്ക്? മതിൽ പണിയുന്ന നീളം, എത്ര നീളം ഉണ്ടെന്നാണ് ഇവർ ചെയ്ത വർക്കിൻ്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാം. എത്ര വരും? ഫസ്റ്റത്തെ കേസിൽ 11. എത്ര ദിവസം? 5 ദിവസം ഡിവൈഡ് ബൈ 55 മീറ്റർ ആണ് അവർ വർക്ക് ചെയ്തത്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് 55 ആണ്. അടുത്ത കേസിൽ 21 പേര് 4 ദിവസം കൊണ്ട് എത്രയാണ് വർക്ക് എന്നാണ് കാണേണ്ടത്. അപ്പോൾ 5ഉം 55ഉം കട്ട് ചെയ്തു. 14 7 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 2ഉം 3ഉം വന്നു. 2ഉം 4ഉം കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു 11 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ W ഇസ് ഈക്വൽ ടു എത്രയാണ്? 11 × 3 × 2 66. അപ്പോൾ 66 മീറ്റർ ആയിരിക്കും രണ്ടാമത്തെ കേസിൽ കംപ്ലീറ്റ് ആക്കുക. ഓപ്ഷൻ ബി. നാലാമത്തെ ക്വസ്റ്റ്യൻ, 40 liters of a mixture has 10% alcohol and the rest water. If 4 liters of water be mixed in it, the percentage of alcohol in the new mixture is.
40 ലിറ്ററുള്ള മിക്സ്ചറിൽ ആൽക്കഹോളും വാട്ടറാണുള്ളത്. അതിൽ 10% ആൽക്കഹോളും ബാക്കി വാട്ടറാണ്. ബാക്കി എന്ന് പറയുമ്പോൾ എത്രയുണ്ട്? 90% വാട്ടറാണ്. ഇനി 4 ലിറ്റർ വാട്ടറാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ മിക്സ്ചറിൽ 4 ലിറ്റർ ആഡ് ചെയ്തിട്ട് അതിന് ശേഷമുള്ള മിക്സ്ചറിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോളാണ് ഉള്ളത്? എന്ത് ചെയ്യാം? ആദ്യം തന്നെ നമുക്ക് ആൽക്കഹോളിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എഴുതാം. അപ്പോൾ ഇത് 10% ആണെങ്കിൽ വാട്ടർ എത്ര വരും? 90%. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ 0 കട്ട് ചെയ്തു 1:9 എന്ന് വന്നു. അപ്പോൾ ടോട്ടൽ എത്രയായി? 1 + 9 10 യൂണിറ്റായി ഈ മിക്സ്ചറിൽ ആൽക്കഹോളിൻ്റെയും വാട്ടറിൻ്റെയും കൂടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 10 യൂണിറ്റ്. ശരിക്കും ഇത് എത്രയാണ്? 40 ലിറ്ററാണ്. അപ്പോൾ 10 യൂണിറ്റാണ് എന്ത്? 40 ലിറ്റർ. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? 4 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും ആക്ച്വൽ എത്ര ലിറ്റേഴ്സ് ഉണ്ടെന്ന് കാണാമല്ലോ. 1 യൂണിറ്റ് എത്രയാണ്? 4 ലിറ്റർ. അപ്പോൾ 4 ലിറ്റർ ആൽക്കഹോളും 9 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്രയായി? 9 × 4 36 ലിറ്റർ വാട്ടറുമായി. 4 + 36 40 കിട്ടുന്നില്ല, കറക്റ്റ് അല്ലേ? ഓക്കെ. ഇനി എന്താണ്? 4 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. 4 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 40 ലിറ്റർ വാട്ടറും 4 ലിറ്റർ ആൽക്കഹോളുമായി. ഇനി ആൽക്കഹോളിൻ്റെ പെർസെൻറ്റേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ആൽക്കഹോൾ എത്രയാണോ ഉള്ളത് ഡിവൈഡഡ് ബൈ ടോട്ടൽ. എത്ര വരും? ആൽക്കഹോൾ 4ആണുള്ളത്, ആൽക്കഹോളിൽ വ്യത്യാസമില്ല. ടോട്ടൽ എത്രയാണ്? 4 + 40 44 × 100. ഇതാണ് ആൽക്കഹോളിൻ്റെ പെർസെൻറ്റേജ്. ഈക്വൽ ടു 100/11. 100/11 എന്ന് പറയുമ്പോൾ ഏതാണ് പെർസെൻറ്റേജ്? 9 1/11%. ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? The greatest number of 3 digit that is divisible by 3, 12, 24 and 36. ഈ പറയുന്ന 4 സംഖ്യകൾ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഇതാണ് കാണേണ്ടത്. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന 4 സംഖ്യകളുടെ LCM കാണാം. 3, 12, 24, 36. എല്ലാത്തിലും 3 കോമൺ ആണ്. ഇനി 4, 8, 12 എന്ത് കോമൺ ആണ്? 4 കോമൺ ആണ്. അപ്പോൾ 4 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 1 അങ്ങനെ തന്നെ എഴുതി. 2, 3. 3 × 4 12 ആണ്. 12 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 12 × 6 72 ആണ് ഇതിൻ്റെ LCM. അപ്പോൾ LCM കിട്ടി 72. ഇനി എന്ത് ചെയ്യുക? ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എടുക്കുക. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണ്? 999. ഇതേ ഡിവൈഡ് ബൈ 72 ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 999ഉം 72ഉം 9ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ നമുക്കിതിനെ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റിമൈൻഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന റിമൈൻഡറിന് എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ 2 സ്ഥലത്തും 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതുകൊണ്ട് കിട്ടുന്ന റിമൈൻഡറിനെ 9 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 111 ഡിവൈഡഡ് ബൈ 9 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 8 വരും. 7 എന്നാണ് റിമൈൻഡർ കിട്ടിയത് അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് കിട്ടുന്ന റിമൈൻഡറിന് സെയിം നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 63. അതേസമയം നമ്മൾ 999 72 വെച്ചിട്ട് നേരെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്ര തന്നെയായിരിക്കും? 63 ആയിരിക്കും. ഇനി എന്ത് ചെയ്യുക? 999 നിന്ന് 63 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഈ 4 സംഖ്യകളും കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. 936. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അടുത്തത്, ദ റേഡിയസ് ഓഫ് എ സിലിണ്ടർ വെസൽ ഈസ് ഇൻക്രീസ്ഡ് ബൈ 50% ആൻഡ് ദ ഹൈറ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ 50%. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഇറ്റ്സ് വോളിയം? ഒരു സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ത് ചെയ്തു? 50% ഇൻക്രീസ് ചെയ്തു. അതേപോലെ അതിൻ്റെ ഹൈറ്റ് 50% ഡിക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വോളിയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുക? എന്ത് ചെയ്യാം? ആദ്യം വോളിയത്തിൻ്റെ ഇക്വേഷൻ എഴുതുക. πr²h. ഇതിൽ പൈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. പിന്നെ വോളിയം എന്തിലേ മാറുന്നുള്ളൂ? റേഡിയസിലും ഹൈറ്റിലും വരുന്ന മാറ്റമാണ് വോളിയത്തിന് ചേഞ്ച് ആക്കുക. ഓക്കെ. അപ്പോൾ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്ത് വരും? 1/2 വരും. അപ്പോൾ 50% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത്? ആദ്യമുള്ള വാല്യൂ ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പർ എടുക്കുക. അപ്പോൾ ആദ്യം ഉണ്ടായത് എത്രയാണ്? 2 എടുത്തു. ഇനി 50% ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ചെയ്തെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആഡ് ചെയ്യുക. 2 + 1 3 ആയി. അപ്പോൾ ആദ്യം 2 ആയിരുന്ന വാല്യൂ 3 ആയി. എഗെയിൻ ഇവിടെ r² അല്ലേ? അപ്പോൾ 2 തവണ നമ്മളിത് ചെയ്യണം. വീണ്ടും 50% കൂടുമ്പോൾ 2 3 ആയി. ഇനി ഹൈറ്റിൽ 50% ഡിക്രീസ് ആണ്. അപ്പോൾ എന്ത് തന്നെ ചെയ്താൽ മതി?
ആദ്യമുള്ള വാല്യൂ 50%-നെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്രാക്ഷനിലെ ഡിനോമിനേറ്റർ 2. 50% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഡിഫറൻസ് എടുക്കുക. 2 - 1 1. അപ്പോൾ ഇതാണ് ആദ്യം ഉണ്ടായിരുന്ന വോളിയം. ഇത് ഫൈനൽ വോളിയം. ഈ പറഞ്ഞ 50% ഇൻക്രീസും ഡിക്രീസും ചെയ്തതിന് ശേഷം വരുന്നതാണ് ഇത്. അപ്പോൾ എത്രയായി? 8 9. അപ്പോൾ ആദ്യം 8 ആയിരുന്നത് ഇപ്പോൾ 9 ആയി. അപ്പോൾ എത്രയാണ് വ്യത്യാസം? 1 യൂണിറ്റ് വ്യത്യാസം. 1 യൂണിറ്റ് വ്യത്യാസം. അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ എടുക്കും? പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ ഇൻറ്റു 100. എത്ര വരും? 1/8 ആണ്. 1/8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 12.5. 12.5 വെച്ചിട്ട് രണ്ട് ആൻസേഴ്സ് ഉണ്ട്. പക്ഷെ എന്താണ്? ഒന്നിൽ ഡിക്രീസും ഒന്നിൽ ഇൻക്രീസും ആണ്. നമുക്ക് 8 9 അയക്കുന്നത്. അപ്പോൾ എന്താണ്? ഇൻക്രീസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. അബ്ദുൽ പെയ്ഡ് ₹5,832 after some years to a bank. He took ₹5,000 loan at the rate of 8% per annum to be compounded annually. Find the time. ഇതിൽ നമുക്ക് പ്രിൻസിപ്പിൾ വന്നിട്ടുണ്ട്. എത്രയാണ് ലോണാക്കി എടുത്തത്? എത്രയാണ്? 5000 രൂപ എടുത്തു. എത്രയാണ് കൊടുക്കേണ്ടി വന്നത്? 5832 രൂപ കൊടുക്കേണ്ടി വന്നു. അതെന്താണ്? അപ്പോൾ എമൗണ്ട് ആണ്. എത്രയാണ് റേറ്റ് പെർസെൻറ്റേജ്? 8% ആണ് ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ കാണേണ്ടത് എത്ര സമയത്തേക്കെന്നാണ്. അപ്പോൾ എമൗണ്ട് കാണുന്ന ഇക്വേഷൻ എന്താ? എമൗണ്ട് ഇസ് ഈക്വൽ ടു P × 1 + R/100 raised to T. ഇതേ ക്വസ്റ്റ്യൻ ഇന്ന് തൊട്ട് മുന്നത്തെ ഷിഫ്റ്റിൽ, അതായത് 17th January ഫസ്റ്റ് ഷിഫ്റ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് P-ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ A/P എന്ന് വരും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5832 ഡിവൈഡഡ് ബൈ P എത്രയാണ്? 5000 ഈക്വൽ ടു 1 + R/100. ഇത് 8/100 ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 27/25 എന്നാണ് വരിക. റേസ് ടു T. ഇനി ഈ T കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ ബേസ് ഏതാണോ, അതായത് 27/25, ഈ വശത്ത് LHS എന്ത് ചെയ്യുക? 27/25ൻ്റെ ടേംസിൽ എഴുതാം. നമുക്ക് ഇതിനാദ്യം എന്ത് വെച്ച് കട്ട് ചെയ്യാം? 2 വെച്ചിട്ട് കട്ട് ചെയ്താൽ 2500. ഇവിടെയാണെങ്കിൽ 2916 അല്ലേ? 2916 എന്ന് വരും. ഇനി ഇതിനെ എന്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം? 4 വെച്ചിട്ട് കട്ട് ചെയ്യാം. 4 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 6 2 5. ഇവിടെ 4 വെച്ചിട്ട് കട്ട് ചെയ്താലോ? 7 2 7 2 9 എന്ന് വരും അല്ലേ? 7 2 9ഉം 6 2 5ഉം എന്താണ്? 25ൻ്റെ സ്ക്വയർ ആണ് 625. 27ൻ്റെ സ്ക്വയർ ആണ് 729. അപ്പോൾ എന്ത് ചെയ്യാം? 27/25 raised to 2 ഈക്വൽ ടു 27/25 raised to T. ബേസ് ഈക്വലായി. ബേസ് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യുക? പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ടൈം എത്രയാണ്? 2 years. ഓപ്ഷൻ 2. ക്ലിയർ ആണല്ലോ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. In what ratio must a grocer mix 2 varieties of tea worth ₹120 per kg and ₹130 per kg so that by selling the mixture at ₹136.4 per kg he may gain 10%? ഒരു കടക്കാരൻ കിലോയ്ക്ക് 120 രൂപ വരുന്ന ടീയും 130 രൂപ വരുന്ന ടീയും എന്ത് ചെയ്യാണ്? മിക്സ് ചെയ്യാണ്. എന്നിട്ട് ഇത് 136.4 രൂപയ്ക്ക് വിൽക്കുന്ന സമയത്ത് 10% ലാഭം വേണം. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് റേഷ്യോയിലായിരിക്കണം ഈ രണ്ട് വെറൈറ്റീസ് ഓഫ് ടീസും മിക്സ് ചെയ്യേണ്ടത്? ഇതാണ് കാണേണ്ടത്. നമുക്കിത് എങ്ങനെ ചെയ്യാം? അലിഗേഷൻ വെച്ചിട്ട് ചെയ്യാം. അലിഗേഷനിൽ A-B രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ മിക്സ്ചറിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ റേഷ്യോ എങ്ങനെ കാണണം? B-X. ഇതിങ്ങോട്ടേക്ക് മൈനസ് ചെയ്യുക, ഇതിങ്ങോട്ടേക്ക് മൈനസ് ചെയ്യുക. A-X. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ B-X A-X ആയിരിക്കും എന്ത്? അതിൻ്റെ റേഷ്യോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? നമുക്ക് 120 per kg 130 per kg എന്താണ്? ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എയും ബിയും എക്സും പറഞ്ഞതിൽ അപ്പോൾ എയും ബിയും കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ എന്താണ്? എക്സും കോസ്റ്റ് പ്രൈസ് ആവണം. ഇനി ഇത് ആവറേജ് ആയിരുന്നെങ്കിൽ എന്താ? എയും ബിയും ആവറേജ് ആണെങ്കിൽ എക്സും ആവറേജ് ആവണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഈ തന്നേക്കുന്നത് സെല്ലിംഗ് പ്രൈസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് ഈസ് 136.4. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആദ്യം കോസ്റ്റ് പ്രൈസ് കാണാം. അപ്പോൾ 10% ആണ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 10% ഇസ് ഈക്വൽ ടു ഫ്രാക്ഷൻ ആകുമ്പോൾ 1/10 എന്ന് വരും. 1/10 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കോസ്റ്റ് പ്രൈസിൻ്റെ സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എടുക്കുക? ഡിനോമിനേറ്ററിൽ വരുന്നതിന് കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കുക. ഇനി പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താകും? 10 + 1, അതായത് ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ, അതായത്
11 യൂണിറ്റ് ആയിരിക്കും സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ. അപ്പോൾ റേഷ്യോ കിട്ടി 10:11. 11ൻ്റെ ശരിക്കും വാല്യൂ ആണ് എന്ത്? 136.4. 11 യൂണിറ്റ് ആണ് 136.4. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? 136.4/11. കാണേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് 10 യൂണിറ്റ് ആണ്. 136.4 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 10. അത് നമുക്ക് എത്ര ആൻസർ കിട്ടുക? 124 എന്നാണ് കിട്ടുക. അപ്പോൾ മൂന്നിൻ്റെയും, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതിൻ്റെ മിക്സ്ചറിൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടി 120, 130. കണ്ടുപിടിച്ചത് 124. ഈ റേഷ്യോ ആണ് എന്ത് ചെയ്താൽ മതി? ക്രോസ് ആയിട്ട് മൈനസ് ചെയ്താൽ മതി, സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഇവിടെ 4 വന്നു, 6 വന്നു. ഒന്നും കൂടി കട്ട് ചെയ്യുമ്പോൾ 3:2. അപ്പോൾ 3:2 റേഷ്യോയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഈ മിക്സ്ചേഴ്സിന്, ഈ വെറൈറ്റീസ് ഓഫ് ടീ വെറൈറ്റീസിന് മിക്സ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? If the ratio of radius and height of a cylinder is 3:2 and the radius is 21 cm, then the curved surface area is. ഒരു സിലിണ്ടറിൻ്റെ റേഡിയസിൻ്റെയും ഹൈറ്റിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 3:2. ഇനി ഇതിൽ റേഡിയസിൻ്റെ മാത്രം ആക്ച്വൽ വാല്യൂ തന്നിട്ടുണ്ട് 21 cm. കാണേണ്ടത് കേർവ്ഡ് സർഫസ് ഏരിയയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കേർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എഴുതാം. CSA, കേർവ്ഡ് സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു 2πr × h. ഇനി r റേഷ്യോയിൽ 3 ആണ്, ശരിക്കും വാല്യൂ 21 ആണ്. അപ്പോൾ 3 × 7 ചെയ്തപ്പോഴാണ് എന്ത് കിട്ടുന്നത്? 21 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 3 × 7 21. അപ്പോൾ ഹൈറ്റ് എത്ര വരും? 2 × 7 14. അപ്പോൾ എല്ലാ വാല്യൂസായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 × 22/7 × 14. 3 വന്നു. ചെയ്യുമ്പോൾ എത്ര ആൻസർ വരിക? 1848. 1848 എന്നാണ് ആൻസർ വരിക. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ എഴുതി ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 22/7, അതായത് 2 × 11 അല്ലേ? അപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ആൻസർ. എങ്ങനെയാണെങ്കിലും അതേ വരുള്ളൂ. നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യുക? ഓഡ് പൊസിഷനിലെയും ഈവൻ പൊസിഷനിലെയും ഡിജിറ്റിൻ്റെ സം എടുത്തിട്ട് മൈനസ് ചെയ്യുമ്പോൾ 0യോ 11ഓ 11ൻ്റെ മൾട്ടിപ്പിളോ കിട്ടും. ചെക്ക് ചെയ്താൽ മതി. ഈവൻ പൊസിഷൻ, ഓഡ് പൊസിഷൻ എത്ര വരും? 1 + 8 9 ആണ്. മൈനസ് 4 + 8 12. 11ഉം അല്ല, 11ൻ്റെ മൾട്ടിപ്പിളും അല്ല, 0യും അല്ല. ഇവിടെയാണെങ്കിലോ 5 - 16. 5 - 16 എത്രയാണ്? 11 ആണ്. അപ്പോൾ ഇത് 11ൻ്റെ മൾട്ടിപ്പിളാണ്. ബാക്കി ഇത് രണ്ടും ചെക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇവരാരും 11ൻ്റെ മൾട്ടിപ്പിൾസ് അല്ല. ആകെ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ഇതാണ് ആൻസർ. ഇങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. എ പോലീസ്മാൻ സ്റ്റാർട്ട്സ് ചേസിങ് എ തീഫ് ഹൂ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 600 meters. ദ സ്പീഡ്സ് ഓഫ് ദ പോലീസ്മാൻ ആൻഡ് ദ തീഫ് ആർ 12 km/h and 10 km/h respectively. In what time will the chief be caught? ഒരു പോലീസിൻ്റെയും തീഫിൻ്റെയും ചേസാണ്. അപ്പോൾ ഇവർ തമ്മിൽ സ്റ്റാർട്ടിങ്ങിൽ എത്ര മീറ്റർ ഡിഫറൻസ് ഉണ്ട്? 600 മീറ്റർ ഡിഫറൻസ് ഉണ്ട്. രണ്ടുപേരുടെ സ്പീഡ് തന്നിട്ടുണ്ട്. പോലീസ് 12 km/h തീഫ് 10 km/h റൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് പോലീസ് തീഫിനെ പിടിക്കുക? അതെങ്ങനെ ചെയ്യുക? ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. പക്ഷേ ഈ കേസിൽ എന്ത് സ്പീഡാണ്? സ്പീഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡാണ്. ഇപ്പോൾ ഒരു ഒരേ ഡയറക്ഷനിലേക്കാണ് ഓടുന്നത് അല്ലേ? എന്നാലേ നമുക്ക് കള്ളനെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് ഓടുമ്പോൾ എങ്ങനെയാണ് റിലേറ്റീവ് സ്പീഡ് വരാം? പോലീസിൻ്റെ സ്പീഡ് മൈനസ് തീഫിൻ്റെ സ്പീഡ്. ഇങ്ങനെയാണ് ഈ കേസിൽ റിലേറ്റീവ് സ്പീഡ് വരാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് 600 മീറ്റർ ആണ്. ഡിവൈഡഡ് ബൈ 12 - 10 എത്രയാണ്? 2 km/h ആണ്. പക്ഷേ 600 മീറ്റേഴ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ കിലോമീറ്റർ/ഹവറിനെ മീറ്റർ/സെക്കൻഡ് ആക്കി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? × 5/18 ചെയ്യാം. × 5/18 എന്ത് ചെയ്തു? മുകളിലേക്ക് പോയി. ഇവിടെ 9 120 എന്ന് വന്നു. 12 × 9 108 ആണ്. ഒരു 0 കൂടി വരും. 1080 എന്താണ്? സെക്കൻഡ്സ് ആണ്. കാരണം നമ്മൾ മീറ്റർ/സെക്കൻഡിലാണ് ചെയ്തത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് മിനിറ്റിൽ കാണാനാണ്. മിനിറ്റിലേക്കൊക്കെ എന്ത് ചെയ്യണം? ഇതിനെ 60 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 0യും 0യും കട്ട് ചെയ്തു. 108 വെച്ചിട്ട് 6 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 18 മിനിറ്റ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. വീണ്ടും പോലീസിൻ്റെയും തീഫിൻ്റെയും സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എ തീഫ് റണ്ണിങ് അറ്റ് 7 km/h is chased by a policeman whose speed is 8 km/h. If the thief is 85 meters ahead of the policeman, then the time required for the policeman to catch the thief will be.
അതിൻ്റെ ടൈം കാണും. ഇവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 85 മീറ്റർ ആണ്. അപ്പോൾ 85 എന്ന് എഴുതി. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റിലേറ്റീവ് സ്പീഡ് എങ്ങനെയാണ്? നെഗറ്റീവ് മൈനസ് ആണ് വേണ്ടത്. അപ്പോൾ ഒരാളുടെ 8ഉം മറ്റൊരാളുടെ 7ഉമാണ്. മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും? 1 വരും. കിലോമീറ്റർ പെർ അവർ ആണ്. ഇതിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 18 മുകളിലേക്ക് പോകും. എത്ര വന്നു? 17 × 18. ഇത്രയും സെക്കൻഡ്സ് ആണ് സമയം. ഓക്കെ, എന്ത് വേണം? ഇതിനെ മിനിറ്റിലേക്ക് മാറ്റണം. മിനിറ്റിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? 60 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 6 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 10 വന്നു, ഇവിടെ 3 വന്നു. 17 × 3 എത്രയാണ്? 51 ആണ്. 51/10 എന്ന് പറയുന്നത് 5.1 മിനിറ്റ്. ഓപ്ഷൻ നമ്പർ ഡി. അപ്പോൾ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ രണ്ടെണ്ണം അടുപ്പിച്ച് വന്നു. അടുത്ത ക്വസ്റ്റിലേക്കോ. A shopkeeper sells a shirt at a price of rupees 800 per shirt. He allows a discount of 10% to all customers making full cash payment, and to customers buying 10 shirts at a time, he gives 2 shirts free. If a customer is willing to take both the discounts, what net effective discount can he or she avail? ഒരു ഷർട്ടിന് 800 രൂപയാണ് വില. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും എന്ത് കൊടുക്കുന്നുണ്ട്? 10% ഡിസ്കൗണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 10 എണ്ണം മേടിക്കുന്ന ആൾക്കാർക്ക് 2 ഷർട്ട് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഡിസ്കൗണ്ടായി. ആദ്യത്തെ 10%-ൻ്റെയും വന്നു, പിന്നെ 10 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 2 എണ്ണം ഫ്രീ ടൈപ്പിൽ രണ്ടാമത്തെ ഡിസ്കൗണ്ട് വന്നു. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇഫക്റ്റീവ് ഡിസ്കൗണ്ട് ആണ് കാണേണ്ടത്. ഇപ്പോൾ 5 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 2 എണ്ണം ഫ്രീ, അല്ലെങ്കിൽ 10 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 3 എണ്ണം ഫ്രീ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 16th ജനുവരിയിൽ ഷിഫ്റ്റ് 1-ൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ 10%-ന് ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 1/10 വരും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത കേസിൽ എങ്ങനെയാണ്? ഇങ്ങനെ ഫ്രീ വരുന്ന കേസ് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്? എത്രയാണോ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഷർട്ട് എത്ര എണ്ണം കിട്ടും? 2 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഇവിടെ എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഷർട്ട്? 10 + 2 12. ഫ്രാക്ഷൻ എത്ര വന്നു? 1/6 എന്ന് വന്നു അല്ലേ? ഇത് ആക്ച്വലി നമ്മൾ പെർസെൻറ്റേജിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? 2/12 × 100 ആണ്. അപ്പോൾ ഇത് 1/6 50/3% എന്നാണ് വരുന്നത്. നമ്മൾ ഇതിന് ഫ്രാക്ഷൻ ആക്കിയിട്ടാണ് എന്തായാലും ചെയ്യുന്നത്. ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? 1/100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1/6 തന്നെ വന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇത് 1/10ഉം രണ്ടാമത്തെ കേസിൽ ഇത് 1/6 ആയി. ഇനി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ്. ഇതാണ് ഡിസ്കൗണ്ടിൻ്റെ ഇക്വേഷൻ. കൂടെ മാർക്ക്ഡ് പ്രൈസ് ആക്കി എന്തെടുക്കാം? ഏതാണോ ഡിനോമിനേറ്റർ, നമ്മൾ തന്നിരിക്കുന്ന ഡിസ്കൗണ്ട് പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്നതാണ് മാർക്ക്ഡ് പ്രൈസ്. അപ്പോൾ ആദ്യത്തെ കേസിൽ മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്? 10 ആണ്. ഇനി മാർക്ക്ഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, അതാണ് ഡിസ്കൗണ്ട്. 1 യൂണിറ്റാണ് ഡിസ്കൗണ്ട്. മാർക്ക്ഡ് പ്രൈസ് 10 ആണ്. ഡിസ്കൗണ്ട് 1 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 9 വരും. അതായത് ഡിസ്കൗണ്ട് കാണാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിൽ, സെല്ലിംഗ് പ്രൈസ് കാണാനായിട്ട് ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ മൈനസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ 1/6 ആണെങ്കിൽ എങ്ങനെയാണ് വരിക? 6 മാർക്ക്ഡ് പ്രൈസ് ആയിട്ട് വരും, 5 സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം. 6ഉം 9ഉം 3ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 2ഉം 3ഉം വന്നു. 20 ആണ് മാർക്ക്ഡ് പ്രൈസ് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 15 വരും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നേക്കുന്ന ഡിസ്കൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ട് 5 യൂണിറ്റ് ഡിസ്കൗണ്ടാണ് വന്നേക്കുന്നത്. നമുക്ക് പെർസെൻറ്റേജിൽ പറയണം. അപ്പോൾ എന്ത് ചെയ്യണം? മാർക്ക്ഡ് പ്രൈസിന് 100ലേക്ക് ആക്കണം. അപ്പോൾ 20 × 5 ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യുക? 5 × 5 ചെയ്യുക. 25% കിട്ടി. 25% ആയിരിക്കും ഡിസ്കൗണ്ട്. സെല്ലിംഗ് പ്രൈസ് എങ്ങനെ വരും? 15 × 5 ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും സെല്ലിംഗ് പ്രൈസ്. നമുക്ക് ആൻസർ ചെയ്തൊന്നു ബി 25%. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന 800 രൂപ എന്നുള്ളതൊന്ന് യൂസ് ചെയ്യാണ്ട് പെർസെൻറ്റേജ് റേഷ്യോ മെത്തേഡിലാണ് ചെയ്തേക്കുന്നത്. 10%-ന് 1/10 എന്ന് എഴുതിയിട്ട് 10:9 മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും എടുത്തു. രണ്ടാമത്തെ കേസിൽ 10 എണ്ണം എടുക്കുമ്പോൾ 2 എണ്ണം ഫ്രീ. അപ്പോൾ നമ്മൾ എത്രയാണോ ഫ്രീ കിട്ടുന്നത് ഡിവൈഡ് ബൈ ടോട്ടൽ വെച്ചിട്ട് ആ ഒരു ഡിസ്കൗണ്ടിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. 1/6 വന്നു. 1/6 ആണെങ്കിൽ ഡിനോമിനേറ്റർ മാർക്ക്ഡ് പ്രൈസ് 6 വന്നു, സെല്ലിംഗ് പ്രൈസ് 6 - 1 5 ആയി. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 20:15 എന്ന് വരും. 20 എന്താണ്? മാർക്ക്ഡ് പ്രൈസ് ആണ്. 15 സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എത്രയാണ് മിസ് അയക്കുന്നത്? 5. അപ്പോൾ 5 എന്താണ്? 5 യൂണിറ്റ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജിലാക്കണമെങ്കിൽ മാർക്ക്ഡ് പ്രൈസിൻ്റെ 100ലേക്ക് ആക്കണം. 20 × 5 ആണ് 100. അപ്പോൾ ഈ 5 വെച്ചിട്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 × 5 25 കിട്ടും. 25% ആണ് നെറ്റ് റിസൾട്ടൻറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അടുത്തത് തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂ കാണാം. ഇതെങ്ങനെ ചെയ്യാം? ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ഇത് ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ബ്രാക്കറ്റിനില്ല. ഓക്കെ, ബി ബ്രാക്കറ്റ് ഒ ഓഫ് ഡി ഡിവിഷൻ, എ മൾട്ടിപ്ലിക്കേഷൻ, എ അഡീഷൻ, എസ് സബ്ട്രാക്ഷൻ.
ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതും 42/2 എത്രയാണ്? 21 പ്ലസ് m × 3 3m മൈനസ് ആദ്യം എന്ത് ചെയ്യണം? -22 ചെയ്യുന്നതിന് പകരം ആദ്യം ഡിവിഷനാണ് പ്രിയോറിറ്റി കൂടുതൽ, അപ്പോൾ 22/11 ആദ്യം ചെയ്യുക. അപ്പോൾ -2 + 3 = 28. ഇപ്പോൾ ഇവിടെ എത്ര വന്നു? ഇതെന്ന് പറയുന്നത് +1 ആണ്. ഇവിടെ 21 + 1 22. അപ്പോൾ 3m = 28 - 22 = 6. അങ്ങനെയെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 6/3 = 2. ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ? അടുത്തത് 1/3 ഓഫ് ഗ്രോസറി ഈസ് സോൾഡ് അറ്റ് 18% പ്രോഫിറ്റ്, 1/4 ഈസ് സോൾഡ് അറ്റ് 25% പ്രോഫിറ്റ് ആൻഡ് ദ റെസ്റ്റ് അറ്റ് 30% പ്രോഫിറ്റ്. ഇഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ₹1980 രൂപ, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഗ്രോസറി. എത്രയോ ഗ്രോസറി ടോട്ടൽ ഉണ്ട്, നമുക്കത് അറിയില്ല. അതിൻ്റെ 1/3 എന്ത് ചെയ്തു? 18% പ്രോഫിറ്റിൽ വിറ്റു. 1/4 25% പ്രോഫിറ്റിൽ വിറ്റു. ബാക്കി എത്രയാണോ ഉള്ളത് അത് ഫുള്ള് 30% പ്രോഫിറ്റിൽ വിറ്റു. ഇപ്പോൾ കിട്ടിയേക്കുന്ന പ്രോഫിറ്റിൻ്റെ ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ എത്ര രൂപയാണ്? 1980 രൂപയാണ് പ്രോഫിറ്റായിട്ട് കിട്ടിയേക്കുന്നത്. കാണേണ്ടത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഗ്രോസറി, അതായത് ഗ്രോസറിയുടെ ഫുള്ളിൻ്റെ കോസ്റ്റ് പ്രൈസാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 1/3 1/4 എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമുക്ക് 3ൻ്റെ 4ൻ്റെ LCM ആയിട്ടുള്ളൊരു വാല്യൂ ടോട്ടലായിട്ട് കൺസിഡർ ചെയ്യാം. ടോട്ടൽ 12 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 12ൻ്റെ 1/3 12ൻ്റെ 1/3 എത്രയാണ്? 12ൻ്റെ 1/3 4 ആണ്. അടുത്തത് ഇനി ടോട്ടലിൻ്റെ 1/4, അപ്പോൾ 12ൻ്റെ 1/4 എത്രയായി? 3 ആയി. ഇനി റിമൈനിങ് എന്ന് പറയുമ്പോൾ 4 + 3 7. 12ലേക്ക് ആവാൻ വേണ്ടി എത്ര എണ്ണം കൂടി വേണം? 5 എണ്ണം കൂടി വേണം. അപ്പോൾ ഇത് 12 ആയി. ഇനി ഓരോന്നും എത്രയൊക്കെ പ്രോഫിറ്റിനാണ് വിറ്റേക്കുന്നത്? ആദ്യത്തേത് 18% പ്രോഫിറ്റ്, രണ്ടാമത്തേത് 25% പ്രോഫിറ്റ്, ബാക്കിയുള്ളത് 30% പ്രോഫിറ്റ് എന്ന് തന്നേക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ മൊത്തത്തിലുള്ള പ്രോഫിറ്റ് എത്ര വരും? അത് കാണാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റ് = 4 × 18 + 3 × 25 + 5 × 30 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ എത്രയാണ്? 12 ആണ്. ഇനി നമ്പേഴ്സ് നമുക്ക് എടുക്കുമ്പോൾ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന വാല്യൂസ് ആണെങ്കിൽ കട്ട് ചെയ്ത് കളയാം. പക്ഷേ ഇവിടെ 4ഉം 3ഉം 5ഉം ഒക്കെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 72 75 150. എത്ര ആൻസർ വരിക? 297 ഡിവൈഡഡ് ബൈ 12 ആണ് നെറ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, ഇത്രയും പെർസെൻറ്റേജ് ആണ് ടോട്ടൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് 3 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 99 ഡിവൈഡഡ് ബൈ 4% പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് = സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഇതിന് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? പെർസെൻറ്റേജിനെ 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 1/100. ഇപ്പോൾ 99/400 എന്നാണ് എന്ത് വരിക? പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷൻ ആക്കി വരിക. അതായത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇത് പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ്. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന 99/400. ക്ലിയർ ആണല്ലോ? ഇവിടെ വരെ എഴുതിയിരിക്കുന്നത് നമ്മൾ ഒരു വാല്യൂ കൺസിഡർ ചെയ്തു. നമുക്ക് ഈ 1/3ഉം 1/4 ഉള്ളതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് പോയിട്ട് ഹോൾ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ LCM മറ്റൊരു വാല്യൂ ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. 12 എടുത്തു. എന്നിട്ട് പറഞ്ഞേക്കുന്ന വിവരം അനുസരിച്ച് 4 3 5 ഈ റേഷ്യോയിലാണ് ഇവർ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ഓരോന്നിൻ്റെയും പ്രോഫിറ്റ് എഴുതി. ഇവിടെ എല്ലായിടത്തും പ്രോഫിറ്റ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ പോസിറ്റീവ് സൈൻ എഴുതാം. ഇനി നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 18% ലോസ് ആയിരുന്നു പറഞ്ഞെങ്കിൽ -18 ചെയ്യണം. 4 × -18 അപ്പോൾ -72 എന്ന് വരും. പക്ഷേ ഇവിടെ എല്ലായിടത്തും പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് റിസൾട്ടൻ്റ് ആയിട്ടുള്ള ടോട്ടൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. നമ്മളിതെല്ലാം പെർസെൻറ്റേജിലല്ലേ എടുത്തേക്കുന്നത്? 18%, 25%, 30%. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടി 99/4. അപ്പോൾ ഇതിന് ഫ്രാക്ഷൻ ആക്കി എഴുതി കഴിയുമ്പോൾ 99/400 എന്ന് വരും. പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഈ റേഷ്യോ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 99ഉം കോസ്റ്റ് പ്രൈസ് 400 എന്നും വന്നു. ഇതുവരെ മനസ്സിലായല്ലോ? ഇനി ശരിക്കുള്ള പ്രോഫിറ്റ് വാല്യൂ തന്നിട്ടുണ്ടല്ലോ. 99ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂ എത്രയാണ്? 1980. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? 1980/99. 9 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 11
ഓക്കെ, നമുക്ക് 9 വെച്ചിട്ട് കട്ട് ചെയ്യാം. 9 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 11 വെച്ചിട്ട് കട്ട് ചെയ്യാം. 11 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് 9 വരും. ഇവിടെ എത്ര വരും? 180. 9 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 20. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആണ്. നമുക്ക് കാണേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് ഈ ഫ്രാക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 400 യൂണിറ്റ് ആണ് കോസ്റ്റ് പ്രൈസ്. ഒരു യൂണിറ്റ് 120 ആണെങ്കിൽ 400 യൂണിറ്റ് എത്രയാണ്? CP is equal to 400 into 20, 8000. ഇതാണ് ഓപ്ഷൻ നമ്പർ ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, A and B together do a piece of work in 12 days, B and C in 15 days, C and A in 20 days. In how many days can they finish the work if all of them work together? എയും ബിയും കൂടി വർക്ക് ചെയ്യുമ്പോൾ 12 ദിവസമാണ്. ബിയും സിയും കൂടി വർക്ക് ചെയ്യുമ്പോൾ എത്രയാണ്? 15 ദിവസം വേണം. എയും സിയും ആണെങ്കിൽ 20 ദിവസം വേണം. ഇങ്ങനെയാണെങ്കിൽ ഇവർ 3 പേരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? അപ്പോൾ എ പ്ലസ് ബി എത്ര ദിവസം? 12. ബി പ്ലസ് സി 15. എ പ്ലസ് സി 20. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഇതിൻ്റെ LCMൻ്റെ ടോട്ടൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യുക. LCM എത്രയാണ്? 60 ആണ്. അപ്പോൾ 12 into 5, 14 into 4, 20 into 3. അപ്പോൾ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി, ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി, എ പ്ലസ് സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 5 + 4 + 3. അതായത് ഇവിടെ എന്തുണ്ട്? 2A 2B 2C. അപ്പോൾ 2 പുറത്തേക്ക് എടുക്കാമെങ്കിൽ 2 into A + B + C ഈക്വൽ ടു 9. 9 + 3 12 വന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും എഫിഷ്യൻസി എത്രയാണ്? 12/2 6 ആണ്. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി കിട്ടി. ടോട്ടൽ വർക്ക് 60 ആണ്. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എത്ര വരും? നമ്പർ ഓഫ് ഡേയ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ടോട്ടൽ എഫിഷ്യൻസി 60/6 ഇസ് ഈക്വൽ ടു 10. ഓപ്ഷൻ സി. അടുത്ത ദിവസത്തിലേക്ക് പോവാം. R buys 2 cars of same prices. He sells one at a profit of 12% and other at a loss of 8%. His overall percentage of profit or loss. ഒരാൾ 2 കാർ മേടിക്കുകയാണ്. അതിൻ്റെ കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. അതിലൊന്ന് 12% പ്രോഫിറ്റിന് വിറ്റു, മറ്റേത് 8% നഷ്ടത്തിന് വിറ്റു. അങ്ങനെയെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അത് എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദിക്കുന്നത്. ഇതൊന്നല്ലെങ്കിൽ റേഷ്യോ മെത്തഡിൽ ചെയ്യാം, അല്ലെങ്കിൽ അലിഗേഷൻ വെച്ചിട്ട് ചെയ്യാം. അലിഗേഷൻ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെ പ്രോഫിറ്റ്, ആദ്യത്തതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, രണ്ടാമത്തെ കേസിൽ നമുക്കിവിടെ ലോസാണ്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ ലോസ്, നടുക്കുള്ളത് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, താഴെ എന്ത് വരും? കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോ ആണ് വരിക. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഇവിടെ എന്താ? രണ്ടുപേരുടെ സെയിം ആയതുകൊണ്ട് 1:1 റേഷ്യോ വരും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 12 - 8 ഇവിടുത്തെ നമുക്കറിയില്ല, 1:1 റേഷ്യോ വന്നു. അപ്പോൾ എക്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 12 × 1 പ്ലസ് -8 × 1. ഇതേ ഇൻറ്റു ഇത്, ഇതേ ഇൻറ്റു ഇത് ഡിവൈഡഡ് ബൈ രണ്ടും കൂടി ആഡ് ചെയ്യുക. റേഷ്യോസ് എത്രയാണ്? 2. എത്ര വരും? 12 - 8/2 ഈക്വൽ ടു 4/2 എന്ന് പറയുന്നത് 2%. 2% നമുക്ക് പോസിറ്റീവായി കിട്ടിയേക്കുന്നതുകൊണ്ട് എന്താണ് എൻ്റെ മീനിങ്? 2% പ്രോഫിറ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. ഇനി ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ മെത്തേഡ് ചെയ്യാം. റേഷ്യോ മെത്തേഡ് ചെയ്യുമ്പോൾ 12%നെ ഫ്രാക്ഷനാക്കി എഴുതുക. ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 12/100, 4 വെച്ച് കട്ട് ചെയ്താൽ 3/25 എന്ന് വരും. 8% ആണെങ്കിൽ 8/100, 2/25 എന്ന് വരും. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് കോസ്റ്റ് പ്രൈസ് എടുക്കുന്നതെന്ന് നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എന്ത് വരും? 25ഉം 25 + 3 28ഉം. രണ്ടാമത്തെ കേസിൽ ലോസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് വരിക? 25ഉം 25 - 2 23ഉം വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കേസിൽ എത്ര ലാഭം വന്നേക്കുന്നത്? ലാഭം +3 ആണ് ലാഭം അല്ലേ? ഈ കേസിലാണെങ്കിലോ -2, അതായത് നഷ്ടമാണ്, 2 യൂണിറ്റ് നഷ്ടം. അപ്പോൾ ടോട്ടൽ റിസൾട്ടൻ്റ് ആയിട്ട് ഇവിടെ എത്രയാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വരുന്നത്? +3 - 2, 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് ആണ് നമുക്ക് പ്രോഫിറ്റ് ആണ്, അത് 1 യൂണിറ്റ് ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു എത്രയാണോ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 അല്ലേ? അപ്പോൾ നമുക്ക് 1% അല്ലെങ്കിൽ 1 യൂണിറ്റ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 25 + 25 50 ആണ്
ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോഴും എത്ര തന്നെ ആൻസർ വന്നു? 2% പ്രോഫിറ്റ്. ഓപ്ഷൻ സി. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അടുത്തത്, ഇഫ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് 30,184 cm², ദെൻ ഫൈൻഡ് ഇറ്റ്സ് വോളിയം. ഒരു സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? 30,184 നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ വോളിയം ആണ്. സർഫസ് ഏരിയ ആണെന്ന ഇക്വേഷൻ എന്താണ്? സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 4πr² ആണ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 × 22/7 × r² ഇസ് ഈക്വൽ ടു 30,184. നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോൾ ആറിൻ്റെ വാല്യൂ എത്ര വരും? 49 കിട്ടും. ഓക്കെ, r 49 ആയിരിക്കും. ഇനി വോളിയം ഇസ് ഈക്വൽ ടു 4/3πr³ ആണ്. r എത്രയാണ്? 49 ആണ്. 49 × 49 × 49. ഇനി ഇക്വേഷൻസ് കമ്പയർ ചെയ്യുക. എല്ലാത്തിൻ്റെയും താഴെ എന്താണ്? 3 ആണ്. ഇവിടെ ഉള്ള ഈ 7 നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. 7 14 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 7 വന്നു. ഇനി 14, അപ്പോൾ നമുക്ക് ബാക്കി എന്തുണ്ട്? 49² ഉണ്ട്. 49ൻ്റെ പവർ 2 വരുന്ന ഓപ്ഷൻ 2 ഉള്ളത്, ബിയും ഡിയും. ഓക്കെ, പിന്നെ ബാക്കി എന്തൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? 4 × 22 × 7 /3 × 49ൻ്റെ സ്ക്വയർ. നോക്കിക്കേ, യൂണിറ്റ് ഡിജിറ്റ് ഡിഫറെൻ്റ് ആണ്. 616ൻ്റെ 6ഉം 670 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് ഡിജിറ്റ് ചെക്ക് ചെയ്താൽ മതി. 4 × 4 8 ആണ്. 8 × 7 56. 56 എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? 56ൻ്റെ 6 വരും. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്, ദ പ്രൈസ് ഓഫ് ആൻ ഐറ്റം ഡിക്രീസ്ഡ് ബൈ 8% ആൻഡ് ദെൻ ഇൻക്രീസ്ഡ് ബൈ 12%. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ഇഫക്റ്റീവ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഇൻ പെർസെൻറ്റേജ്? ഒരു ആർട്ടിക്കിളിൻ്റെ, ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് ആദ്യം എന്ത് ചെയ്തു? 8% ഡിക്രീസ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് 12% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നെറ്റ് എഫക്റ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യാം? ഇത് നമുക്ക് a+b + ab/100 വെച്ചിട്ട് ചെയ്യാം. ഇതിൽ ഡിക്രീസിൻ്റെ ഇൻക്രീസിൻ്റെ അനുസരിച്ച് സൈൻ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ 8% ഡിക്രീസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? -8 + 12 + -8 × 12 /100. 12 8 പോയി കഴിഞ്ഞാൽ 4 ആണ്. 4 - 12 × 8 96 ആണ്. 96/100 എന്ന് പറയുന്നത് 0.96. അപ്പോൾ എത്രയായിരിക്കും ആൻസർ? 3നോട് ചേർന്നിട്ടുള്ള വാല്യൂ ആയിരിക്കും. 3 കഴിഞ്ഞിട്ട് ഒരു കുറച്ചും കൂടി. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? റൗണ്ട് ചെയ്തിട്ട് എഴുതുമ്പോൾ 3% ആയിരിക്കും. കാരണം എന്തായാലും 3.5 വരില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0.5 ആയിരിക്കണം കുറയ്ക്കേണ്ടിയിരുന്നത്. അപ്പോൾ അതിനേക്കാളും വലിയ വാല്യൂ ആയതുകൊണ്ട് ആൻസർ 3.5നേക്കാളും ചെറുതായിട്ടുള്ള 3% ആയിരിക്കും. അടുത്തത്, എ പെൻ കോസ്റ്റ് ₹121.5 ആൻഡ് ഇറ്റ്സ് മാർക്ക്ഡ് പ്രൈസ് ഈസ് ₹150. വാട്ട് ഷുഡ് ബി 2 equal successive percentage discount on marked price to have no profit or loss? ഒരു പെന്നിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 121 രൂപ 5 പൈസയാണ്. ഇത് വിൽക്കുന്നത് മാർക്ക്ഡ് പ്രൈസ് 150 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റും വേണ്ട, ലോസും വേണ്ട. പ്രോഫിറ്റും ലോസും വേണ്ടെങ്കിൽ എന്താണ് മീനിങ്? നമ്മൾ എത്രയാണോ നമ്മൾ ചിലവഴിക്കുന്ന കോസ്റ്റ് പ്രൈസ് അത് തന്നെയായിരിക്കും എന്ത്? സെല്ലിംഗ് പ്രൈസായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ത് തന്നെയാണ്? 121.5 ആണ്. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര 2 ഈക്വൽ സക്സസീവായിട്ടുള്ള ഡിസ്കൗണ്ട് കൊടുക്കണം? ഇതാണ് കാണേണ്ടത്. അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് 150, സെല്ലിംഗ് പ്രൈസ് എന്ത് തന്നെയാണ്? സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 121.5 രൂപ. ഓക്കെ, ഇപ്പോൾ ഒരു കേസിൽ അടുത്ത ദിവസത്തിലേക്ക് പോവാം. എ പെൻ കോസ്റ്റ് ₹121.5 and its marked price is ₹150. What should be 2 equal successive percentage discount on marked price to have no profit or loss? ഒരു പെന്നിൻ്റെ കോസ്റ്റ് പ്രൈസ് 121.5 ആണ്. ഇതിൻ്റെ മാർക്ക് പ്രൈസ് എത്രയാണ്? 150 ആണ്. അപ്പോൾ ഇതിന് നോ പ്രോഫിറ്റും വേണ്ട, ലോസും വേണ്ട. അങ്ങനെയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എത്ര രൂപയ്ക്കാണോ മേടിച്ചത് അത്ര രൂപയ്ക്ക് തന്നെയായിരിക്കും വിൽക്കുന്നത്. അതായത് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എത്ര തന്നെയാണ്? 121.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് 2 ഡിസ്കൗണ്ട് ഉണ്ട്. അത് ഏത് ഡിസ്കൗണ്ട് കൊടുത്താലാണ് ഈ പറയുന്ന കണ്ടീഷനിൽ നമുക്കിത് വിൽക്കാൻ സാധിക്കുക? അപ്പോൾ എന്ത് ചെയ്യാം? മാർക്ക്ഡ് പ്രൈസ് 150 ആണ്. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 121.5. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 10% ആണെന്ന് വിചാരിക്കുക. ഡിസ്കൗണ്ട് 10%ഉം മാർക്ക്ഡ് പ്രൈസ് 100 ആണെങ്കിൽ നമ്മളെങ്ങനെ സെല്ലിംഗ് പ്രൈസ് കാണുന്നത്? മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു
100 മൈനസ് ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ 100 ഇങ്ങനെയല്ലേ കാണുന്നത്. അപ്പോൾ 100 ഇൻറ്റു ഈ കേസിലാണെങ്കിൽ 100 മൈനസ് 10 90 ബൈ 100 ഈക്വൽ ടു 90. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ സെല്ലിംഗ് പ്രൈസ് കാണുന്നത്. അപ്പോൾ അതേപോലെ ഈ കേസിൽ നമുക്ക് എന്താണ് ഡിസ്കൗണ്ടിന് പേഴ്സൻറ്റേജ് തന്നിട്ടില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കതിന് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റിൽ സെല്ലിംഗ് പ്രൈസിൻ്റെയും മാർക്കറ്റ് പ്രൈസിൻ്റെയും റിലേഷൻ എങ്ങനെ വരും? സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 മൈനസ് ഡിസ്കൗണ്ട്. നമ്മുടെ ഡിസ്കൗണ്ട് എത്രയാണ്? എക്സ് ആണ്. അപ്പോൾ നമ്മൾ എക്സ് എന്നിട്ടു ഡിവൈഡ് ബൈ 100. ഇത് ഒരു തവണത്തെ ഡിസ്കൗണ്ട് ആയിട്ടുള്ള ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി 100 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 100. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് 121.5. 100നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഇൻറ്റു 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് താഴേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിൽ വരും 150 ഈക്വൽ ടു 100 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. 2 തവണയുള്ളതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ കിട്ടും. 25 വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 6 വന്നു. 3 വെച്ചിട്ട് കഴിഞ്ഞാൽ 2 405 40.5 ഇൻറ്റു 2 എത്രയാണ്? 81 ആണ്. 81 ഇൻറ്റു 100 ആണ് എന്ത്? 100 മൈനസ് എക്സ് റേസ് ടു 2. അങ്ങനെയാണെങ്കിൽ 100 മൈനസ് എക്സ് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? സ്ക്വയർ റൂട്ട് എടുക്കുക. 100 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 81ൻ്റെ സ്ക്വയർ 9 ആണ്. 100ൻ്റെ സ്ക്വയർ റൂട്ട് 81ൻ്റെ സ്ക്വയർ റൂട്ട് 9 ആണ്. 100ൻ്റെ സ്ക്വയർ റൂട്ട് 10 ആണ്. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ എത്ര വരും? 100 മൈനസ് 90 10%. അപ്പോൾ 10%ൻ്റെ 2 ഡിസ്കൗണ്ട് കൊടുത്തതിലാണ് നമുക്ക് 121.5 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുക. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഓപ്ഷൻ ഇട്ട് കൊടുത്തിട്ട് ഏതാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. If a principal of rupees 22,445 is deposited at the rate of 30% per annum for 2 years and interest is compounding annually, then what will be the amount approximately? 22,445 രൂപ 2 വർഷത്തേക്ക് 30% പലിശയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എമൗണ്ട് എത്രയായിരിക്കും? ഇത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് പല മെത്തേഡിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ A+B ആ ഇക്വേഷൻ വെച്ചിട്ട് നെറ്റ് റേറ്റ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ സക്സസീവ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ട്രീ മെത്തേഡ് ചെയ്യാം. അപ്പോൾ ഏത് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നെറ്റ് റേറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യാം. അതെങ്ങനെ കാണും? A+B പ്ലസ് AB ബൈ 100. എയും ബി എന്ന് പറയുന്നത് ഓരോ റേറ്റാണ്. ഇവിടെ 2 വർഷത്തും 30 വെച്ചിട്ട് തന്നെ ആയതുകൊണ്ട് എൻ്റെയും ബീൻ്റെയും വാല്യൂ എത്ര തന്നെയാണ്? 30 ആണ്. അപ്പോൾ 30 പ്ലസ് 30 പ്ലസ് 30 ഇൻറ്റു 30 ബൈ 100 ഈക്വൽ ടു 69%. ഇതെന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് 69%. പിന്നെ എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന പ്രിൻസിപ്പലിൻ്റെ 69% കണ്ടു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനോട് പ്രിൻസിപ്പൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എമൗണ്ട് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് 22,445 69% കാണാം ഈക്വൽ ടു 30. ഇതാണ് നമുക്ക് ഇൻറ്റു 69 ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഡിവൈഡ് ബൈ 100 ഉണ്ട്. അപ്പോൾ ആൻസർ എത്ര വന്നു? 15,487.05 റുപ്പീസാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം. നമുക്ക് എന്താണ് കാണേണ്ടത്? എമൗണ്ട് ആണ്. അപ്പോൾ എമൗണ്ട് കാണാൻ 22,445 പ്ലസ് 15,487.05 12 13 9 7 3 37,000 തുടങ്ങുന്ന ആൻസർ ഏതാണ്? ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, 2 ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് 933 കിട്ടിയേക്കുന്നത്. 932 അപ്രോക്സിമേറ്റ്ലിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.